വന്ദനം ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് 2 മാസം മൂന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരിലൂടെയും എനിക്ക് ലഭിച്ച നല്ല സ്നേഹ കൂട്ടായ്മയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെറിയ സംഘത്തിന്റെ ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ, പ്രത്യേകിച്ച് പുതിയ ഒരു കലണ്ടർ ഇയർ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണല്ലോ ഇന്ന്. ഇതിനോടൊപ്പം തന്നെ ഒരു കമ്മിറ്റി കൂടി ആദ്യത്തെ പ്രോഗ്രാമിൽ ഒരു റിട്രീറ്റ് എന്ന നിലയിൽ പ്ലാൻ ചെയ്യണം എന്നാഗ്രഹിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും പേർ വളരെ താല്പര്യത്തോടെ ഇതിൽ വന്ന് സംബന്ധിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. എൻ്റെ മനസ്സിലും തോന്നി ഇന്നൊരു വർക്കിംഗ് ഡേ ആണല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും വരുമോ, ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഒരു പ്രയാസം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഇത്രയും പേർ വന്നത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഒരുപക്ഷെ ചിലരെങ്കിലും ഡ്യൂട്ടി കാരണം വരാൻ കഴിയാത്തവരും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നിങ്ങൾ ഈ സേവ്യ സംഘത്തോട് കാണിക്കുന്ന താല്പര്യം അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സേവ്യ സംഘത്തിന്റെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ദർശനത്തോടെ, പുതിയ ഉൾക്കാഴ്ചയോടെ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സേവ്യ സംഘത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സേവ്യ സംഘത്തിന്റെ തുടക്കം കുറിച്ച ഒരു വ്യക്തിയെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ആരാന്നറിയാമോ? കാണ്ടമ കൊച്ചുമാണ്. എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ കാണ്ടമ കൊച്ചുമയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒത്തിരി പുസ്തകങ്ങൾ ഈ നാളുകളിൽ സേവ്യ സംഘം പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഒത്തിരി വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കാണ്ടമ കൊച്ചുമയുടെ ജീവചരിത്രവും സേവ്യ സംഘം പുറത്തിറക്കിയ പുസ്തകങ്ങളൊക്കെ ഈ നാളുകളിൽ പല സന്ദർഭങ്ങളിലൊക്കെ വായിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ജീവിതം തന്നെ ഒരു സുവിശേഷമായിരുന്നു കൊച്ചുമയുടെ. 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. തുമ്പമണ്ണ് വർഗീസ് വൈദ്യനായിരുന്നു ഭർത്താവ്. 10 വർഷം കഴിഞ്ഞപ്പോൾ 30ാമത്തെ വയസ്സിൽ ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 3 കുഞ്ഞുങ്ങൾ. പിന്നീടുള്ള ജീവിതം, ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കാണ്ടമ കൊച്ചുമയുടെ ജീവിതം, കൊച്ചുമയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ സേനാനി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 30ാമത്തെ വയസ്സിൽ ഭർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തുമ്പമണ്ണ് വർഗീസ് വൈദ്യർ. പിന്നീട് ഒരു വിധവയായി 3 കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിച്ചു. തന്റെ ജീവിതം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച ആളാണ് കാണ്ടമ കൊച്ചുമ. കൊച്ചുമയെ കുറിച്ച് ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്, എല്ലാം പറയാനായിട്ടുള്ള സമയത്ത്. പന്തളത്ത് ഒരു വലിയ പാലമാണ്. ആ പാലത്തെ കൂടെ ആ കാലഘട്ടത്തിൽ ശ്രീചിത്ര മഹാരാജാവ് വരികയാണ്. ആ കാറ് പാലത്തിന്റെ ഒരു സൈഡിൽ ചേർത്ത് നിർത്തി. ആ സൈഡിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു. തിരുവിതാംകൂർ മഹാരാജാവിനോടാണ് പറയുന്നത്. നോക്കണം, പന്തളത്തെ ആ വലിയ പാലം കഴിഞ്ഞ് പാലം കടന്ന് അപ്പുറത്ത് വന്ന് അവിടെ നിർത്തിയപ്പോൾ അവിടെ റോഡ് സൈഡിൽ നിന്ന് സ്ത്രീ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ആരാ പറഞ്ഞത്? കാണ്ടമ കൊച്ചുമ. അത്ര ധൈര്യമാണ്. തിരുവിതാംകൂർ മഹാരാജാവിനോട് സുവിശേഷം പറയുന്നതിന് ഒരു പേടിയുമില്ല. അത്ര ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു.
ജീവിതം തന്നെ സുവിശേഷമായി. തനിക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം കർത്താവിന്റെ ദാനമാണ് എന്ന് വിശ്വസിച്ച ആളാണ്. ഒരിക്കൽ പള്ളിയിൽ സുവിശേഷ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി അച്ഛൻ വന്നു. അന്ന് ജനറൽ സെക്രട്ടറി അച്ഛന്റെ പ്രസംഗം, സുവിശേഷ സംഘം ഇപ്പോൾ കടത്തിലാണ്, പൈസയില്ല, മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസമാണ് എന്നുള്ളതായിരുന്നു അച്ഛന്റെ പ്രസംഗം. പള്ളി ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് കാണ്ടമക്കച്ചുറ പോയി അന്നത്തെ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു തടി കൊണ്ടുള്ള ഒരു അലമാരി ഇരിപ്പുണ്ട്, ഞാനത് തരാം, അത് വിറ്റിട്ട് അതിൻ്റെ പൈസ സുവിശേഷ സംഘത്തിന് കിട്ടണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത് വേണ്ട, കൊച്ചുമ്മയുടെ വീടും സാഹചര്യം അച്ഛന് നന്നായിട്ട് 3 മക്കളെയും കൊണ്ട് ഒരു വിധവയായി ജീവിച്ച് ദീർഘനാൾ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. തൻ്റെ വീട്ടിലെ ഒരു പഴയ അലമാരി ഇരിപ്പുണ്ട്, അത് വിറ്റിട്ട് ഞാൻ സുവിശേഷ സംഘത്തിന് തരാം എന്ന് പറഞ്ഞു. അത്രമാത്രം കമ്മിറ്റ്മെന്റ് ഉള്ള ആളെ കണ്ടുപോകും. ഇതെല്ലാം ഞാൻ ഓരോ സോഴ്സിൽ നിന്ന് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയതാണ്. ഓരോ പഴയകാല ആളുകൾ പല പുസ്തകത്തിലൊക്കെ എഴുതിയതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ സുവിശേഷ സേവ്യാ സംഘത്തെ വളർത്തിയെടുത്ത, തന്റെ ജീവിതം കൊണ്ട്, തന്റെ സാക്ഷ്യം കൊണ്ട് വളർത്തിയെടുത്ത ആളാണ് കാണ്ടമക്കച്ചുറ. ഇന്ന് നമ്മൾ പെട്ടെന്ന് സേവ്യാ സംഘം എന്ന് പറയും. ഈ സേവ്യാ സംഘം എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നത് തന്നെ അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നത് കൊച്ചുമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സംഘടനയുടെ പേര്? സുവിശേഷ സേവ്യാ സംഘം എന്ന് പറയുന്നത്. സുവിശേഷ സേവ്യാ സംഘം. നമ്മൾ പെട്ടെന്ന് സേവ്യാ സംഘം നമ്മൾ പറയും. പക്ഷെ കൊച്ചുമ്മ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. സുവിശേഷ സേവ്യാ സംഘം ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. സുവിശേഷം പറയണം. സുവിശേഷമില്ലാതെ ഈ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകളും ഒത്തിരി വലിയ വലിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രയോറിറ്റി സുവിശേഷത്തിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി സുവിശേഷം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇന്ന് സേവ്യാ സംഘത്തിന്റെ ചുമതലയിൽ എത്രയോ ആളുകളെ നമ്മൾ പഠിപ്പിച്ച് സമൂഹത്തിന്റെ ഉന്നതമായ നിലയിൽ എത്തിച്ചേർത്തിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് ജീവന്റെ അനുഭവത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. സേവ്യാ സംഘത്തിന്റെ ചുമതലയിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ കൊടുക്കുന്ന സൗജന്യദാനം, നമ്മൾ കൊടുക്കുന്ന ഡെപ്പി പിരിവ്, നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ തുകകൾ, സംഭാവന, അതിലൂടെയൊക്കെ എത്രയോ ആളുകൾ ജീവന്റെ പൂർണ്ണതയിലേക്ക്, ജീവന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ദുബായിലായിരുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ഗുരുദ്വാര കാണാനായിട്ട് പോയി. ഞാൻ കുപ്പായം കേട്ടാണ് പോയത്. അപ്പോൾ ഒരു ലേഡി ഓടി എൻ്റെ അടുത്ത് വന്നു, എന്നെ കണ്ടു, പരിചയപ്പെട്ടു, മലയാളിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മാത്തമാരി അച്ഛനല്ലേ എന്നോട്. ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞു. അവൻ കണ്ടു, പരിചയപ്പെട്ടു, വളരെ സന്തോഷം. ഇന്ന് ആ കുട്ടി പഞ്ചാബിൽ അവിടെ എവിടെയാണ് താമസിക്കുന്നത്, താരോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം താമസിക്കാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചത് സേവ്യാ സംഘമാണ്, അതുകൊണ്ട് മാത്തമാരി അച്ഛന്മാരെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയാൽ എന്നോട് വന്നതാണ് എന്നോട്. അവരുടെ ജീവിതവും അവരുടെ ചുറ്റുപാടും ഒന്നും ഇന്ന് അവരായിരിക്കുന്ന സ്ഥാനത്തിൽ എത്തിച്ചേരാനായിട്ട് യാതൊരു സാധ്യതയില്ലായിരുന്നു. എന്നാൽ ഒരു കാലത്ത് എന്നെ എടുത്ത് വളർത്തിയതും എന്നെ പഠിപ്പിച്ചതും സേവ്യാ സംഘമാണ് എന്നോട് പറഞ്ഞു. സേവ്യാ സംഘത്തിന്റെ സ്ഥാപനത്തിൽ നിർത്തിയാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ വളർത്തിയത്, ഇന്ന് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ എത്തിച്ചത്. അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ, ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി വിമർശനങ്ങൾ സഭയെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും നമ്മൾ കൊടുക്കുന്ന പണപ്പിരിവിനെ കുറിച്ചും ഒക്കെ ഒത്തിരി വിമർശനങ്ങൾ. ഒരു പരിധി വരെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശരിയുമായിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന
പ്രവൃത്തി കൊണ്ട്, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എത്രയോ ആളുകളെ, നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ആളുകളെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ചെറിയ ചെറിയ വിമർശനങ്ങൾ കേട്ടിട്ട് ഇനി മേലാൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. മറിച്ച് എവിടെയെങ്കിലുമൊക്കെ ചെറിയ പാളിച്ചകളോ വിമർശനങ്ങളോ ഒക്കെ കണ്ടേക്കാം. എന്നാൽ അതിനപ്പുറത്തേക്കായിട്ട് എത്രയോ ആളുകളെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, എത്രയോ ആളുകളെ കൈപിടിച്ചുയർത്തുവാൻ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഈ സേവാസംഘത്തിലൂടെ സാധിച്ചു. എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചു. എത്രയോ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. അതോർത്ത് നമ്മൾ സന്തോഷിക്കണം. അതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഈ നമ്മൾ ഗ്രാമർ പഠിക്കുന്ന സന്ദർഭത്തിൽ 3 കാലങ്ങളുണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഈ 3 കാലങ്ങളോട് സംയോജിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കണം. എപ്പോഴും നടന്നു വന്ന വഴി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം എന്നാണ് പറയുക. നടന്നു വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് പഠിക്കാതെ പോയാൽ, അത് മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് മുൻപോട്ടുള്ള പ്രയാണം ശരിയാകുകയില്ല. നമുക്ക് മുൻപേ ഈ വഴിയിലൂടെ നടന്നവരുണ്ട്. നമുക്ക് മുൻപേ ഈ വഴി നമുക്ക് കാണിച്ചു തന്നവരുണ്ട്. നമുക്ക് മുൻപേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്ന പാളിച്ചകളും നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്ന നേട്ടങ്ങളും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി, പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിലേ സാധിക്കൂ. ഫ്യൂച്ചർ, മുൻപോട്ട് നല്ല പ്രീ പ്ലാൻഡ് ആയിട്ട്, വ്യക്തതയോടെ, ഒരു വിഷനോടെ, ഒരു ദർശനത്തോടെ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. പ്രസന്റ് എന്ന് പറയുന്നത് കൂടുതൽ ക്രിയേറ്റീവ് ആകാനായിട്ടുള്ള സമയമാണ്. ഈ ക്രിയേറ്റീവ് ആകുക, ക്രിയാത്മകമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് വല്ലാത്ത ഒരു അലസത നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നി കൊറോണയ്ക്ക് ശേഷം വല്ലാത്തൊരു ലേസിനെസ്, ഒരു അലസത നമ്മളെയൊക്കെ ബാധിച്ചു. ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇതുകൊണ്ട് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, വള്ളി പോയില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കൂടുതലാണ്. ഈ അലസത നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. നമ്മളറിയാതെ തന്നെ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ അലസത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളിന്, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളിന് ഈ അലസത എന്ന് പറയുന്ന ഒരു കാര്യം പാടില്ല. ക്രിയേറ്റീവ് ആകുക എന്നുള്ളതാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പക്ഷേ നമ്മളെ കൊണ്ടൊരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചെന്നില്ല. ചെറിയ ചെറിയ കാര്യം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ അത് നമ്മൾ ചെയ്യണം. ക്രിയേറ്റീവ് ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് അലസരായി വേണമെങ്കിലും ജീവിക്കാം. മോശ ഈ എരിയുന്ന മുൾപ്പടർപ്പിനെ കണ്ടിട്ട്, എരിയുന്ന മുൾപ്പടർപ്പിന്റെ അരികിൽ നിന്ന് ഇങ്ങനെ നിസ്സംഗതനായി നിന്നിരുന്നെങ്കിൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് അദ്ദേഹം മാറില്ല. മോശ ആ വെല്ലുവിളി ഏറ്റെടുത്തു. എരിയുന്ന മുൾപ്പടർപ്പിൽ അതിന്റെ നടുവിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മോശെ മോശെ എന്നുള്ള വിളി, ആ ശബ്ദം അത് തന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം അദ്ദേഹം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് വെടിവെക്കാനും 40 വർഷം ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയും ഈ വേദപുസ്തകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റുന്ന ഒരു വലിയ പ്രവൃത്തിയിലേക്ക് മോശ, ലോകം അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് മോശ വരുന്നത്. അതുകൊണ്ട് നിസ്സംഗതരായി വേണം ജീവിക്കാം, അലസരായിട്ട് നമുക്ക് വേണം മുന്നോട്ട് പോകാം. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഇനി ഒന്നും വേണ്ട, മതി, എല്ലാം മടക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നതായി മടക്കി, ഇനി ഒന്നും വേണ്ട, ആവുന്ന കാലത്തൊക്കെ ചെയ്തു, ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം മടക്കി കെട്ടി വെക്കുന്നതായ ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ദൈവം അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, മടക്കി വെച്ചോ, കുഴപ്പമില്ല.
ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു. അത് എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. എന്നെ ഒരു കമ്പനിയിൽ ജോലിക്ക് എടുത്താൽ നിശ്ചയമായും എൻ്റെ ക്രിയേറ്റിവിറ്റി കമ്പനി ആഗ്രഹിക്കുന്നു. എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ താലന്തുകൾ ഇത് കണ്ടുകൊണ്ടാണ് എന്നെ ആ സ്ഥാനത്തേക്ക് കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ല, ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടിയിട്ട് ഞാൻ നിസ്സംഗതനായി വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ എന്നെ ആ സ്ഥാനത്ത് വെച്ചിട്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാനുണ്ട്. ദൈവത്തിന് നമ്മളിൽ നിന്ന് പ്രതീക്ഷയുണ്ട്. നമ്മൾ ക്രിയേറ്റീവാണ്, കൂടുതൽ ക്രിയേറ്റീവാണ്, കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും കൂടുതൽ ക്രിയേറ്റീവായി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇത് മൂന്നും ഒരുപോലെ നമ്മൾ കാണുകയും ഒരുപോലെ നമ്മൾ അതിനോട് അഡ്രസ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രാരംഭമായി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാണ്ടപോക്കച്ചപ്പം കാണിച്ചു തന്ന പാത, ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എത്രയോ ആളുകൾ സഞ്ചരിച്ച വഴിയാണ് ഇത്. അതുകൊണ്ട് ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ആ പാതയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. പുതിയ വർഷം എല്ലാ നന്മകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി ആ ഒരു ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ആശംസകളും ഞങ്ങൾ വൈദികരുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.